ചോദിച്ചപ്പോൾ പോലും തെറ്റായ ഒരു അവസ്ഥ സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടവരാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ. എത്ര ഗൗരവത്തോടെയാണ് അത് കാണുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അല്ല അബ്ദുള്ള, എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ കാണുന്നുവല്ലോ ഫി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സന, 1000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസം എന്ന് കാണുന്നല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? തിരിച്ചു ചോദിച്ചോ നോക്കൂ നിങ്ങൾ. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്ന് ഖുർആനിലുണ്ടല്ലോ, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം, എന്താ അതിന്റെ അർത്ഥം? ചോദ്യകർത്താവിനോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു, ഇന്നമാ സഅൽതുക ലിതുഹദ്ദിതനി, അത് പറഞ്ഞു തരാനാണല്ലോ താങ്കളോട് ഞാൻ ഇതിന്റെ അർത്ഥം ചോദിച്ചത്. ഇബ്നു അബ്ബാസ് തന്നെ മറുപടി കേട്ടോളൂ നിങ്ങൾ. ഹുമാ യൗമാനി ദക്കറുഹുമുല്ലാഹു ഫീ കിതാബിഹി, അല്ലാഹു തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ 2 ദിവസങ്ങൾ, അത്രേ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ്. സഹോദരങ്ങളെ, എത്ര സൂക്ഷ്മതയോട് കൂടെയാണ് ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ. ആ മാനദണ്ഡങ്ങൾ മുഴുവനും പറഞ്ഞ് പഠിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു സന്ദർഭമോ സമയമോ സദസ്സോ അല്ല ഇത്. എങ്കിൽ പോലും സഹോദരങ്ങളെ, ചിലത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഖുർആൻ വ്യാഖ്യാനിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ആർക്കാണത് വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത്? നോക്കൂ നിങ്ങൾ, എന്ത് സൂക്ഷ്മതയോടുകൂടെയാണ് നമ്മുടെ മുമ്പുള്ള ആളുകൾ അത് ചെയ്തിട്ടുള്ളത്. സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും കാലത്ത് വിശാലമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഒന്ന്, ഖുർആൻ അറബി ഭാഷയിലാണ്. അറബി ഭാഷ അവർക്ക് അറിയുന്ന ഭാഷയാണ്. മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൂടെ ഉണ്ടായിരുന്നു. അറബിയിലൂടെ മനസ്സിലാക്കപ്പെടാൻ പറ്റുന്നതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളും അവിടെ കൂടത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശാലമായൊരു വ്യാഖ്യാനമോ വിശദീകരണങ്ങളോ ഗ്രന്ഥങ്ങളോ എഴുതപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലഘട്ടങ്ങളിൽ സ്വഹാബത്ത് വിവിധ നാടുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അവർക്ക് ശിഷ്യഗണങ്ങളുണ്ടായി. അവിടെ പലപ്പോഴും ദീനിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ശ്രോതാക്കളുണ്ടായി, പഠിതാക്കളുണ്ടായി. ആ സന്ദർഭത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകപ്പെടേണ്ടി വന്നു. അങ്ങനെയാണ് വിശാലമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നത്. എന്നാൽ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അതിൻ്റെ ഡേറ്റ് പറയാനോ കണക്കൂട്ടി പറയാനോ ആർക്കെങ്കിലും ആകുമോ സഹോദരങ്ങളെ? ഈസാ നബി അലൈഹി സ്വലാം വരുമെന്ന് പറയുന്നു. ഇസ്ലാമിക ശരീഅത്തിലുള്ള അംഗീകരിക്കപ്പെട്ട തത്വമാണ്. എന്നാണത് പറയാൻ പറ്റുമോ? അഹ്കാമായിട്ടുള്ള കാര്യങ്ങൾ, ഹദീസിൽ വന്ന അഹ്കാമുകൾ, ഇസ്ലാമിൻ്റെ വിധികൾ, ആ വിധികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് എന്തറിയാം. ളുഹർ എന്തുകൊണ്ട് 4 റക്അത്തായി? അസ്ർ എന്തുകൊണ്ട് 4 റക്അത്തായി? സുബഹി എന്തുകൊണ്ട് 2 റക്അത്തായി? അതിൻ്റെ നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ചില ആൾക്കാർ ചോദിക്കും, എന്തേ സുബഹി 2 ആയത്? എന്തേ ചില വക്തുകളിൽ ഉറക്കം ഓതാൻ പറഞ്ഞ്, ചിലതെന്തേ പതുക്കെ ഓതാൻ പറഞ്ഞത്? സഹോദരങ്ങളെ, ചിലതൊന്നും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പറ്റാതെ അംഗീകരിക്കേണ്ടതുണ്ടാകും ഇസ്ലാമിക ശരീഅത്തിൽ. അതങ്ങനെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മുതശാബിഹും മുഹ്കമുമായിട്ടുള്ള ആയത്തുകളുണ്ട് ഖുർആനിൽ. ഏതായിരുന്നാലും വ്യാഖ്യാനിക്കുമ്പോൾ അറബി ഭാഷയെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഖുർആൻ മുഴുവനായിട്ട് ഒരു പ്രാവശ്യം വായിച്ചൊരു ധാരണ പോലും ഇല്ലാത്തവർ ഖുർആനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, ഖുർആനിലെ പല ആയത്തുകളെ കുറിച്ചും യാതൊരു ധാരണയില്ലാത്ത മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വായിക്കാതെ ഒരു തഫ്സീർ നമുക്ക് വായിക്കാൻ പറ്റൂല. അദ്ദേഹം ഖുർആൻ പഠിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പഠിച്ചറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കൽ പോയിട്ട് ഓരോ ആയത്തും 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുക. ഒരു ആയത്തോതും എന്നിട്ട് നിർത്തും, എന്നിട്ട് ചോദിക്കും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ വ്യാഖ്യാനം എന്താണ്. അങ്ങനെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ താബിഈങ്ങളിൽപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഖുർആനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിന് എന്ത് ന്യായമാണ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഗൗരവപരമായി ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനം, ഞാൻ അനസ് മൗലവിന്റെ പിന്നെ ആ പ്രസംഗത്തിന്റെ മർമ്മം എടുത്ത് പറയാൻ കാരണം, ഹദീസ് നന്നായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതൊരു പ്രധാന കാര്യമാണ് സഹോദരങ്ങളെ. ഖുർആനിലേക്കുള്ള ആവേശം കഴിഞ്ഞ ദശാബ്ദങ്ങളായി നമ്മൾ നടത്തിയപ്പോൾ പലതും അത് ഹദീസിനോടുള്ള മൗനമായ ഒരു അവഗണനയായി രൂപപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം കേട്ടുപരിചയമില്ലാത്ത ഏതൊരു ഹദീസ് കേട്ടാലും അതിനെക്കുറിച്ചൊരു ചെറിയ വ്യാകുലതയോടുകൂടെ, വിഷമത്തോടുകൂടെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചെന്ന് പറഞ്ഞാലും വിഷമം. സഹോദരങ്ങളെ, അങ്ങനെ വരുന്നവർക്ക് ഖുർആൻ മുഴുവൻ സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് അറിയോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചതേ പറഞ്ഞു തന്നിട്ടുള്ളൂ, ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാത്തതൊന്നും റസൂൽ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അത് ഖുർആനിന്റെ വിശദീകരണമാണ്, ഖുർആന്റെ പൂർത്തീകരണമാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാക്കല്ലാഹ്. ബിമാ അറാക്കല്ലാഹ്, അല്ലാഹു നിനക്ക് കാണിച്ചു പഠിപ്പിച്ചു തന്നത്
അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് ഖുർആൻ നിനക്ക് ഇറക്കി തന്നത്. അള്ളാഹുവിന്റെ റസൂൽ എല്ലാം സ്വഹാബത്തിന് കാണിച്ച് മനസ്സിലാക്കി കൊടുത്തു. സഹോദരങ്ങളെ, റസൂലുള്ളയെ സ്വീകരിക്കാൻ മടിക്കുന്നവൻ ഖുർആനെ സ്വീകരിക്കാൻ മടിക്കുന്നു. റസൂലുള്ളയിൽ നിന്ന് വിശദീകരണങ്ങളെ സ്വീകരിക്കാത്തവൻ ഖുർആന്റെ ശരിയായ വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്നു. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹും അല്ലദി ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. നിനക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. ആ ശരിയായ വിശദീകരണങ്ങളെ മനസ്സിലാക്കി ഹദീസിലൂടെ ഏറ്റവും ഒന്നാമത്തത് ഖുർആനെ വ്യാഖ്യാനിക്കും. രണ്ടാമത്തെ എന്താണ്? ഹദീസുകളിലൂടെയുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലേക്ക് എന്താണ് ആളുകളെ എത്തിച്ച കാരണങ്ങൾ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് ഈ സംസാരത്തിൻ്റെ പൂർത്തീകരണത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിലെ പല ഹെഡിങ്ങുകൾ വിട്ടുകളയാതെ സമയത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് ദുർവ്യാഖ്യാനം. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാട് സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്, അത് നമ്മുടെ QHLS-നുമുണ്ട്, മുജാഹിദുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അമാനി മൗലവി എവിടുന്നാ പരിഭാഷ തുടങ്ങിയത്? സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണോ? സൂറത്തുൽ നാസിൽ നിന്നാണോ? അല്ല, സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? നാം പഠിക്കേണ്ടതിൻ്റെ സഹോദരങ്ങളെ, സമ്പൂർണമായൊരു വിശദീകരണം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന മഹത്തായ ദൗത്യം നിർവഹിച്ചതോടൊപ്പം യഥാർത്ഥത്തിൽ ഖുർആനിനെതിരെ കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അനേകം ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അമാനി മൗലവി. ആ ആവേശം, ആ സത്യത്തോടും ഖുർആനോടുമുള്ള ആവേശം, ഖുർആൻ ദുർവ്യാഖ്യാനത്തോടുള്ള പ്രതിഷേധം ശക്തമായ വാചകങ്ങളായി അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ നമുക്ക് വായിക്കാൻ പറ്റും. പല സൂറത്തുകളുടെയും അവസാനത്തിൽ കൊടുത്ത കുറിപ്പുകളാണ് നമ്മൾ വായിക്കേണ്ടത്. പരിഭാഷ വായിച്ചില്ലെങ്കിലും സമയം കിട്ടിയില്ലെങ്കിലും ആ കുറിപ്പുകൾ വായിക്കാൻ വിട്ടുപോകരുത്. അത്രയും ഗൗരവമുണ്ട്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളുമായി അതിന് ബന്ധമുണ്ട് സഹോദരങ്ങളെ. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവരൊക്കെ ജനങ്ങളെ പേപ്പിക്കാനും നരകത്ത് കൊണ്ടുപോകാൻ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം പലപ്പോഴും സതുദ്ദേശത്തോടെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അവർ ചെയ്തത് മഹാപാതകമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ എന്താണ് ഇത്ര ക്രൂരമായി വിമർശിക്കുന്നത്? ഒരു തത്വദീക്ഷയില്ലാതെ, പ്രതിപക്ഷ മര്യാദയില്ലാതെ. സഹോദരങ്ങളെ, ഖുർആനിനെതിരെ കയ്യേറ്റം നടത്തിയ ആളുകളോട് മനസ്സിൽ നമുക്കൊരു പ്രതിഷേധം തോന്നുന്നില്ലെങ്കിൽ പിന്നെ ദീനിനോടുള്ള ആഭിമുഖ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ആ പരിഭാഷയിൽ നമ്മൾ കണ്ടതും അതാണ്. ഒന്ന്, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവാം. ഇപ്പോൾ CN അഹമ്മദ് മൗലവി കേരളത്തിലൊരു സമ്പൂർണ്ണമായ പരിഭാഷ എഴുതി കൊടുത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ? ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആ പരിഭാഷ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഖുർആനെ സ്നേഹിക്കുന്ന നമ്മുടെ വീട്ടിൽ എന്തേ ആ പരിഭാഷയില്ലാത്തത്? അമാനിമോളുടെ പരിഭാഷയുടെ എത്രയോ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച വ്യാഖ്യാനത്തിലെ അബദ്ധങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഖുർആനിൻ്റെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാതെക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രേരണ, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രേരണ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം ആദർശങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സഹോദരൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയം തൗഹീദാണ്. സൂറത്തുൽ ബഖറയിൽ തൗഹീദില്ലേ? സൂറത്തുൽ കൗസറിലില്ലേ സഹോദരങ്ങളെ തൗഹീദ്? യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും. ഒന്നാമത്തെ സൂറത്തുൽ ബഖറയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലില്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ? സൂറത്തുൽ കൗസറിലിന്റെ ഏറ്റവും ചെറിയ അധ്യായത്തിൽ പോലും അത് വിട്ടുപോയിട്ടില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, നിന്റെ രക്ഷിതാവിന് വേണ്ടി ബലി നൽകുക. ബലി അല്ലാഹുവിന് വേണ്ടി മാത്രം. തൗഹീദിന്റെ സന്ദേശമല്ലേ സൂറത്തുൽ കൗസറിൽ? എന്നിട്ട് വളരെ കൃത്യമായി ഖുർആന്റെ ആയത്തുകൾ ഈ കെട്ടിപ്പൊന്തിച്ച ജാറങ്ങൾക്കും മറ്റ് ശിർക്കുകൾക്കും വേണ്ടി വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആനുമായി അതിനെന്തു ബന്ധമുണ്ട് സഹോദരങ്ങളെ? അത്തരം ആളുകൾ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് വിശുദ്ധ ഖുർആനുമായി എന്ത് ബന്ധമുണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാവരും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. വസ്തൽമൻ അർസൽന ഓതിയതും വൽ മുദബ്ബിറാത്തി അംറാൻ ഓതിയതും ഇന്നമാ വലിയുക്കുമുള്ള എന്നുള്ള ആയത്തുകൾ ഓതിയതൊക്കെ എന്തിനാണ്? വിശുദ്ധ ഖുർആന്റെ പച്ചയായ തൗഹീദിനെ, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലതിനെ തദഊന മിൻ ദൂനില്ലാഹി എന്ന് ഖുർആനിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കണം ഇൻഡെക്സിൽ. അന്തം വിട്ടു പോകും സഹോദരങ്ങൾ എല്ലാ പേജിലും. എന്നിട്ട് അതിനെതിരെ പറയുകയാണെങ്കിൽ സ്വന്തം ആദർശങ്ങളെ നിലനിർത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ കത്തിവെക്കുക. അതന്നെ എല്ലാവരും ചെയ്തത്. ഇബാദത്തിന് എന്തിനാണ് റബ്ബും ഇലാഹും അതേപോലെ തന്നെ ഇബാദത്തിലെ 3 സാങ്കേതിക പദങ്ങൾ മൗദൂദി സാഹിബ് വിശദീകരിച്ചത് എന്തിനാ സഹോദരങ്ങളെ? ഖുർആനിലെ ഏറ്റവും അധികം അടിസ്ഥാനപരമായ 3 പദങ്ങളെ അദ്ദേഹം ജനങ്ങൾക്ക് കെട്ടിയേൽപ്പിച്ച ആദർശത്തെ വ്യാഖ്യാനിക്കാൻ, സ്വന്തം താല്പര്യങ്ങളെ സ്ഥാപിക്കാനാണ് പലരും ഖുർആൻ വ്യാഖ്യാനങ്ങൾ നടത്തിയത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സിഹർ ബാധിക്കും എന്നത് ഒരു ചർച്ചയായി വന്നു ഈ അടുത്ത കാലത്ത്.
ചർച്ചയായി വന്നപ്പോൾ അത് മുമ്പേ കാലങ്ങളിൽ പണ്ട്